വെറും തല്ലിപ്പൊളി പടം. ഇത് ഓടത്തില്ല കൂടുതൽ ഓടത്തില്ല. ആവറേജ് എന്നേ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നു, പക്ഷെ അത്രയില്ല. എനിക്കൊരു ക്ലോഷർ കിട്ടിയില്ല പടത്തിന്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് കുഴപ്പമില്ല. വെറും ഷൈജു ഖാലിദ് സുപ്രമസിയാണ്. DOP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, കൊള്ളാം. നൈസ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രഫി. 2020 ബേസിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണെന്ന് കണ്ടതിനറിയാം. ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. എന്തായാലും കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് കാണണം. ഇതിൽ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, കൊള്ളാം. പോരാ. ത്രില്ലർ ഏക്കാത്ത കോമഡി ആയിരുന്നു. കോമഡി ഒന്നും അത്ര പോരാ. അഭിനയം നല്ല, പക്ഷെ ഒരു മിക്സ് ത്രില്ലർ കോമഡി മിക്സ്, പിന്നെ കുറേ വർക്ക് ചെയ്യാത്ത കോമഡി ഉണ്ട്. ആവറേജ് എന്നേ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നു, പക്ഷെ അത്രയില്ല. കൊള്ളാം. അടിപൊളി പടമാണ് ബ്രോ, കിടിലൻ പടമാണ്. സ്റ്റോറിയിൽ വലിയ ഇതായിട്ടൊന്നുമില്ല. സ്റ്റോറി നോർമലി ഒരു സ്റ്റോറിയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ അത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ആ സെക്കൻഡ് ഹാഫിലാണ് ഈ പടം നന്നായിട്ട് റൺ ചെയ്യണത്. അത്യാവശ്യം നന്നായിട്ട്. പിന്നെ എടുത്തു പറയേണ്ട മ്യൂസിക്കാണ്. മ്യൂസിക്കൊക്കെ ഗംഭീരമാണ്. മ്യൂസിക് അല്ലാണ്ട് സിനിമാറ്റോഗ്രാഫി എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വലി ടെക്നിക്കൽ സൈഡാണ് ബെറ്റർ ആയിട്ട് തോന്നിയത്. കൊള്ളാം, നന്നായിരുന്നു. അടിപൊളി. എനിക്കൊരു ക്ലോഷർ കിട്ടിയില്ല പടത്തിന്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് കുഴപ്പമില്ല. പടം ഇറ്റ്സ് ഓക്കെ, ആക്ച്വലി കണക്ട് ആകുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഒരു ക്ലോഷർ കിട്ടിയില്ല. ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. പ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ ഗുഡ്. ഷൈജു ഖാലിദ് അടിപൊളി. ചേട്ടാ, വെറും ഷൈജു ഖാലിദ് സുപ്രമസിയാണ്. DOP എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പുള്ളിയുടെ സിഗ്നേച്ചർ ആണ്. സ്ക്രിപ്റ്റിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അടിപൊളി പടം. ആ ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തവരെ കൊണ്ട് നിർത്തിയതൊഴികെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. കണ്ടുകൊണ്ടിരിക്കാം, അത്ര തന്നെ. ഞെട്ടിക്കാന്നുള്ളതൊന്നുമില്ല. എന്തായാലും കണ്ടുകൊണ്ടിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് കാണണം. ഇതിൽ കുഴപ്പമില്ല, കൊള്ളാം. നൈസ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രഫി. നല്ല അഭിനയമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഷൈജു ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. എഡിറ്റിങ്ങൊക്കെ മാരക, ഒന്നും പറയാം. 2020 ബേസിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണെന്ന് കണ്ടതിനറിയാം. സൗബിൻ്റെയൊക്കെ ഒരു ഒന്നൊന്നര ആക്ടിങ് തന്നെയാണ് ഫുൾ ത്രൂ ഔട്ട്. എടുത്തു പറയേണ്ട ചാന്ദിനിയുടെ കംബാക്കാണ്. പിന്നെ ഓഫ് കോഴ്സ് ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വിഷ്ണു വിജയ് ചേട്ടൻ്റെ മ്യൂസിക്കും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫുൾ നൈസ് പടമായിരുന്നു. നല്ല പടം, നല്ല പടം. കണ്ടിരിക്കാൻ കൊള്ളാം, സോബിയും കൊള്ളാം, ബേസിലും കൊള്ളാം. ഞെട്ടിക്കാൻ ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊള്ളാം. എടുത്ത് പറയത്തക്ക ആക്ടിങ്, സോബിൻ്റെ ആക്ടിങ്, നൊണ്ടി ആക്ടിങ് കിട്ടില്ല, അത് കിടിലായിട്ടുണ്ട്. നല്ല പടം. കൊള്ളാം പടം. അടിപൊളി പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് ഉള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. എൻഗേജിങ് ആണ്. കോമഡിയും ക്രൈമും എല്ലാം കൂടെ ഒരുമിച്ച് കൊള്ളാം, നല്ല ഫിലിമായിരുന്നു. സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ. പിന്നെ ഒരു മിക്സ് ആയിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, ആക്ഷൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സൗബിൻ്റെ ആക്ടിങ് സൂപ്പർ, കണക്ട് ആവുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഒരു വെറൈറ്റി തീമായിരുന്നു. പിന്നെ ആക്ടിങ് വൈസ് നല്ലതായിരുന്നു. ആക്ടിങ് വൈസ് എല്ലാവരും ഈക്വലി നിൽക്കുമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ക്ലീഷേ ബ്രേക്കിംഗ് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഒരേ സമയം മറ്റേ ത്രില്ലറും കോമഡി ഒരുമിച്ച് കൊണ്ടുപോയി. അത് എല്ലാ സിനിമയിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനാണെങ്കിലും നമ്മുടെ ബേസിലാണെങ്കിലും ക്ലീഷേ ബ്രേക്കിംഗ് ആണ്. അതാണ് എനിക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ നടക്കുകയില്ല എന്ന്. അപ്പം സംഭവമായിരുന്നു. കിടിലൻ പടം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ത്രില്ലറാണ്, കോമഡി ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നു. പിന്നെ മ്യൂസിക് കിടിലായിരുന്നു, നന്നായിട്ട് BGM ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ് നല്ലതായിരുന്നു. എന്തുകൊണ്ടും നല്ല സിനിമ. തിയേറ്ററിൽ ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. വെറും തല്ലിപ്പൊളി പടം. ഒരു കഥയില്ല, എന്തോന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു കഥയും കിട്ടും, ഒരു മെസ്സേജും ഇല്ല. ഒരു പബ്ലിക്കിന് വേണ്ടി ഒരു മെസ്സേജും ഇല്ല. ഇത്രയും ജീവിതത്തിൽ ഞാൻ ഈ ബേസിൽ തോമസ് നല്ല ഡയറക്ടറാണ് വേണ്ട വന്നത്. എല്ലാ സിനിമകളും ഞാൻ കാണും, പക്ഷേ ഇതുപോലെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരു തൃപ്തിയില്ല. തല്ലിപ്പൊളി പടം എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. ഒരു സ്റ്റോറി ഇല്ല, എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. കണ്ടിരിക്കാൻ ഇത് ഓടത്തില്ല, കൂടുതൽ ഓടത്തില്ല.